റൂമിലുള്ള സോഫ, ബെഡ്, മറ്റുള്ള ഒരു ഫർണിച്ചറിനും ഒരു പ്രശ്നവുമില്ലാതെ ഒരു സ്ത്രീ താൻ കിടന്ന കിടക്കയിൽ തന്നെ കത്തിച്ചാമ്പലായി പോയതിന്റെ പിന്നാലുള്ള മിസ്റ്ററീസ് ആയിട്ടുള്ള ട്രൂത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഫയർ ഉണ്ടാവാനുള്ള ഒരു സോഴ്സും തന്നെ ആ ഒരു റൂമിൽ ഉണ്ടായിരുന്നില്ല. അവർ കത്തിച്ചാമ്പലായി കിടക്കുന്ന അതിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ റൂമിന് ചുറ്റുമോ ഒരു ഫയർ ഉണ്ടാവാനുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. ബട്ട് എങ്ങനെ ആ ഒരു ശരീരം കത്തി ചാമ്പലായത് എന്നുള്ളത് ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു മിസ്റ്ററീസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ആൻഡ് ഇതിന് പല തിയറീസും സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അവിടെയുള്ള സൊസൈറ്റി പറഞ്ഞ പല റൂമേഴ്സ് ആയി. സോ അതുകൊണ്ടാണ് ഇതൊരു മിസ്റ്ററീസ് ആയിട്ടുള്ള കേസായിരുന്നു. ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കേസുമായിരുന്നു. ആൻഡ് ഇത് എങ്ങനെ സോൾവ് ചെയ്തു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആൻഡ് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇറ്റാലിയുള്ള ഒരു സ്ത്രീയാണ് കോർണേലിയ ബാൻഡി. അവരവരുടെ വീട്ടുകാരോടൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം അവർ റൂമിലേക്ക് പോയി കിടക്കണു. ബട്ട് രാവിലെ ഒരുപാട് സമയമായതിനു ശേഷം റൂമിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്ന് കണ്ട വീട്ടുകാർ ആ റൂമൊന്ന് തുറന്നു നോക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നത്. ആ ഒരു കോർണിലിയ ബാൻഡി എന്ന് പറയുന്ന സ്ത്രീ താൻ കിടന്ന കിടക്കയിൽ തന്നെ കത്തിച്ചാമ്പലായി പോയിരിക്കുന്നത് കണ്ട വീട്ടുകാർക്ക് ഷോക്ക് ആവാനുള്ള രണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ചുറ്റുള്ള ഒരു വുഡൻ ഫർണിച്ചേഴ്സോ അവിടെയുള്ള ഒരു കേർട്ടൻസ് ആയിക്കോട്ടെ അവിടേക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു തീ പിടിച്ചതിന്റെ, അതായത് ഒരു ഫയർ ഉണ്ടായതിന്റെ ഒരു അംശവും ചുറ്റുള്ള ഒരു വസ്തുക്കൾക്കും, ഈവൻ ആ കിടക്കയിലടക്കം, ആ ബെഡ് ഓർ ആ കട്ടിലടക്കം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ തീ ഉണ്ടാവാനുള്ള അവിടെ ഒരു സോഴ്സും ഇല്ല. ബട്ട് അവർ കാണുന്നത് വെറും ചാമ്പൽ മാത്രം. ആൻഡ് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള മിസ്റ്ററീസ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു ആ ഒരു സമയത്ത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല തിയറീസ് ഉണ്ടായി. അതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടാനിയസ് ഹ്യൂമൻ കമ്പഷൻ. അതായത് നമ്മുടെ ഹ്യൂമൻ ശരീരത്തിൽ തന്നെ ഒരു ഫയർ ഉണ്ടാവാനുള്ള എനർജി സോഴ്സ് വന്ന ശരീരത്തിലുണ്ട്. സോ ഹ്യൂമൻ ഇങ്ങനെയും മരിക്കാം. സ്വയം ശരീരം തന്നെ ഒരു ഫയർ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ശരീരം കത്തി നശിച്ചും മരിക്കാനുള്ള ഒരു വേസ് ഉണ്ട് എന്ന് പറഞ്ഞ് പല മിത്സും ഹ്യൂമേഴ്സും വന്നു. കുറേ വർഷങ്ങൾ റിസർച്ച് നടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ റൂമില് തീ ഉണ്ടാവാനുള്ള, ആ ഒരു ഫയർ ഉണ്ടാവാനുള്ള ഒരു സോഴ്സും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ലൈക്ക് ഒരു ചെറിയ സിഗരറ്റോ ഒരു മാച്ച് ബോക്സോ ഒരു തീപ്പെട്ടിന്റെ ആ ഒരു കോലോ അങ്ങനെയുള്ള ഒരു അടുത്തുള്ള കാൻഡിൽസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആ ശരീരം മാത്രം എങ്ങനെ കത്തിപ്പോയി, ലൈക്ക് അങ്ങനെ കത്തിച്ചാമ്പലായി എന്നുള്ളത് ഭയങ്കരമായിട്ട് മിസ്റ്ററീസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു ഇത്. ആൻഡ് നാട്ടുകാരുടെ വക പല റൂമേഴ്സും, ലൈക്ക് ഇത് ശാപം വന്നതാണ്, ശാപം വന്ന പെൺകുട്ടിയാണ്, സുദൈവം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ പല റൂമേഴ്സും ആ സമയത്തുണ്ടായി. ആൻഡ് സയന്റിസ്റ്റിനെ കൊണ്ട് പല പല തിയറീസ് വന്ന് കൊണ്ടുവരണം. ഇത് കൊണ്ടായിരിക്കാം, മേ ബി ഒരു സോഴ്സ് ഓഫ് ഫയർ അവിടെ എന്തായാലും ഉണ്ടാവണം, അല്ലാതെ ഇത് പോസിബിൾ അല്ല എന്ന് സയന്റിസ്റ്റും അതുപോലെ തന്നെ സൊസൈറ്റി പറയണത് പല മിത്സും പല റൂമേഴ്സും ഒക്കെ ക്രിയേറ്റ് ആയെങ്കിലും എല്ലാ തിയറീസും പലരും പ്രൊപ്പോസ് ചെയ്തെങ്കിലും ഇതിന് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ ഒരു തിയറി ആയിരുന്നു വിക്ക് എഫക്ട്. വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരി, നമ്മൾ മെഴുകുതിരിയിലുള്ള ആ ഒരു തിരിയില്ലേ. സോ ഇത് എങ്ങനെ കമ്പയർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ത്രീ കിടന്നതിന് ശേഷം മേ ബി ഒരു സിഗരറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്തെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഒരു സ്ട്രോക്കോ ഓർ ഹാർട്ട് അറ്റാക്കോ വന്ന ഒരു സമയത്ത് അവർ അത് മരിച്ചു പോയതിനു ശേഷം അവർ മരിച്ചു പോകണോ, അവർ ഒബ്വിയസ്ലി അവർ ഹാർട്ട് അറ്റാക്ക് കാരണം അവരൊരു സമയത്ത് തന്നെ മരിച്ചു പോകണോ. ബട്ട് ആ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ്, ഫോർ എൻ എക്സാമ്പിൾ, ആ ഒരു സിഗരറ്റിലെ ആ ഒരു ചെറിയ തീ അത് വന്ന് അവരുടെ ഡ്രസ്സിലോട്ട് വീണു. ആ ഡ്രസ്സ് പതിയെ കത്തുന്നു. അതിന് ശേഷം അത് നേരെ സ്കിന്നിലോട്ട് എത്തുന്നു. സ്കിന്നിലോട്ട് എത്തിയതിനു ശേഷം സ്കിന്ന് ചെറുതായി കത്തിയതിനു ശേഷം ഉള്ളിലുള്ള കൊഴുപ്പ് വന്ന് കത്തുന്നു. സോ ഇതെങ്ങനെ വിക്ക് എഫക്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിക്ക് എന്ന് പറയുമ്പോൾ ആ തിരി, അതിന് താഴെയുള്ള മെഴുക്, അതേപോലെ ആ കൊഴുപ്പ് വന്ന് ഇവിടെ ഒരു മെഴുകായി ആക്ട് ചെയ്യണു. ആ സ്കിന്നിലുള്ള സ്കിൻ ആൻഡ് ഡ്രസ്സ് വന്നിട്ട് ഒരു തിരി പോലെ ആക്ട് ചെയ്യണു. പക്ഷെ വലുതായി ആളി കത്താതെ ചെറിയ രീതിക്ക് കത്തിക്കൊണ്ട് ആ ശരീരം മൊത്തം കത്തിപ്പോകുന്നു. ഇതാണ് സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഒരു തിയറി, വിക്ക് എഫക്ട് എന്ന് പറയുന്നത്. ബട്ട് ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പെരിമെന്റ്സ് നടത്തിയെങ്കിലും ഒരു പന്നിയുടെ മേലെ ഇതേപോലുള്ള പന്നിയുടെ കൊഴുപ്പ് വെച്ച് ചെയ്ത എക്സ്പെരിമെന്റിൽ ഇത് സക്സസ് ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് ഇപ്പോൾ ഈ മിസ്റ്ററീസ് ആയിട്ടുള്ള കേസിൽ പറയുന്ന ഒരു പ്രൂഫ് ഓർ ഇത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്ന ഒരു തിയറിയാണ് വിക്ക് എഫക്ട്. സോ ഇത് കൊണ്ടായിരിക്കാം. സോ ഒന്നുമേ ഇല്ലാത്ത ഒരു റൂമിൽ ഒരു
സ്ത്രീ മാത്രം തൻ്റെ ബെഡിൽ കത്തിപ്പോകുന്നത് ഒരു മിസ്റ്ററിയാണ്. സോ ഇതിന് സയൻറ്റിഫിക് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ സയൻസ് പറഞ്ഞു എങ്കിലും ആ ഒരു റൂമിൽ ഈ സിഗരറ്റ് പോലുള്ള ഒരു വസ്തുക്കളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു റിസർച്ചിൽ വന്നിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇതെങ്ങനെ സംഭവിച്ചു? സയൻറ്റിസ്റ്റ് ഒരു തിയറി പറയുന്നുണ്ട്. ബട്ട് ഇവൻച്വലി ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ സിഗരറ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ ആയിട്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞൊരു തിയറി ആയിരുന്നത്, അത് പന്നിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു, അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ പോലും ഇവിടെ ഈ പറഞ്ഞ സിഗരറ്റോ അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള ഒന്നുമില്ല. ബട്ട് ഒരിക്കലും മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് സ്വയമായിട്ട് ഒരു തീ ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് സയൻറ്റിസ്റ്റ് ആഴത്തിൽ പറയുന്നുണ്ടെങ്കിൽ, ബട്ട് ഏതോ ഒരു സം കൈൻഡ് ഓഫ് സോഴ്സ്, ഒരു ഫയർ വന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതേ ടൈം ആ ഒരു സ്ത്രീക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടാവാം. ആ തീ തൻ്റെ ഡ്രസ്സിലോട്ട് പോയി, അതിനുശേഷം അതിനുശേഷം ആ ശരീരത്തിനകത്തുള്ള കൊഴുപ്പ് കത്തി ഒരു മെഴുക് കത്തുന്ന പോലെ പതിയെ കത്തി ചാമ്പലായതാണ് സയൻറ്റിസ്റ്റ് പറയുന്ന ഒരു തിയറി. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത്രയും വലിയ മിസ്റ്ററിയസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു ഇത് സോൾവ് ചെയ്യാൻ പല വർഷം എടുത്തു എങ്കിലും ഇതിനൊരു സൊല്യൂഷൻ സയൻറ്റിഫിക്കലി പറഞ്ഞെങ്കിലും ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. ബിക്കോസ് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ സിഗരറ്റോ അല്ല തീ പിടിക്കാനുള്ള ഒരു സോഴ്സും ഉണ്ടായിരുന്നില്ല. സോ ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അടുത്ത് ഞാൻ ഏതെങ്കിലും വീഡിയോ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ത്രൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ വന്ന് കാണാം. അതുവരെ ബൈ.